പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോടൊപ്പം ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു. ഈ സഭ അതിനുവേണ്ടി ഞങ്ങൾക്കായിട്ട് അനുവാദം നൽകി, അവസര ക്രമീകരണങ്ങൾ നൽകി. സഭാ ശുശ്രൂഷകനും സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഈ നാളുകൾ നോമ്പ് ആചരണത്തിൻ്റെ ദിവസങ്ങളാണ്. ചില ആളുകളെങ്കിലും നോമ്പോടുകൂടെ ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടുന്ന ദിവസങ്ങളാണ് ഈ നാളുകൾ. ക്രൂശിൻ്റെ അനുഭവത്തെ അതിനോട് താതാത്മ്യപ്പെടുവാൻ തക്കവണ്ണം ചില ജീവിത ക്രമീകരണങ്ങൾ വരുത്തി ഒരുക്കത്തോടുകൂടെ ആയിരിക്കുന്ന നിമിഷങ്ങളാണ് നോമ്പുകാലം. പ്രത്യേകമായ ചിന്തകളും വചനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചു വരുന്നത്. ഇന്നത്തെ വചന ശുശ്രൂഷയും അപ്രകാരം ഒരു ക്രമീകരണത്തിലൂടെയാണ് ദൈവസന്നിധിയിൽ ധ്യാനിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വചനം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വചനം. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേകമായ സന്ദേശത്തെ, ആശയത്തെ ഈ നാളുകളിൽ ധ്യാനിക്കുന്നത് നന്നായിരിക്കും എന്ന് ചിന്തിക്കുന്നു. യേശു നന്മ ചെയ്ത് സഞ്ചരിച്ചതായ വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ. എൻ്റെ ചോദ്യം, യേശു നന്മ ചെയ്ത് സഞ്ചരിച്ചു എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിന് യേശുവിന് കുരിശുമരണം ഏൽക്കേണ്ടി വന്നു? അതിന് സുവിശേഷ ഭാഗങ്ങളിൽ നിന്ന് ചില കാരണങ്ങൾ കണ്ടുപിടിച്ച് ധ്യാനിക്കണം എന്നാണ് ഒന്നാമത്തെ ദിവസം നമ്മൾ ചിന്തിക്കുന്നത്. ഒരു കൺവെൻഷൻ പ്രസംഗത്തിൻ്റെ പ്രൗഢഗാംഭീര്യം ഒന്നുമില്ലാതെ വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങൾ പഠിച്ച് ഈ വിഷയം മനസ്സിലാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കണ്ണുകളടച്ച് ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. അവശരെയും ആർത്തരെയും ഉയർത്താൻ വന്നു, ദരിദ്രർക്കു സുവിശേഷം പകരുവാൻ വന്നു. അവശരെയും ആർത്തരെയും ഉയർത്താൻ വന്നു, ദരിദ്രർക്കു സുവിശേഷം പകരുവാൻ വന്നു. നന്മ ചെയ്തു നാടുനീളെ സഞ്ചരിച്ചു ഞാൻ, നന്ദിയായവരേവമെന്നെ കുരിശിലേറ്റി, വേദനയാൽ പീഡയോമെൻ ആത്മാവിനെ, പിതാവേ നിൻ കൈകളിൽ സമർപ്പിക്കുന്നു. അറിയാതെ ചെയ്തു പോയോ രപരാധങ്ങൾ, പിതാവേ ഇവരോടു ക്ഷമിക്കണമേ.
ഞങ്ങൾ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, രോഗികളെ സൗഖ്യമാക്കി പീഡിതരെ വിടുവിച്ചയച്ചു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിച്ചു, സ്വർഗരാജ്യത്തിന്റെ അനുഭവങ്ങളെ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി, പാപത്തിൽ നിന്നും ജീവനിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം അവിടെ നീ ലോകത്തിൽ സഞ്ചരിച്ചു എങ്കിലും അവിടത്തെ കാൽവരി കുരിശിലേക്ക് ഏറ്റിയ ജനത്തിൻ്റെ ആ ഒരു മനോഭാവത്തിൻ്റെ പിന്നിലുള്ള സംഭവങ്ങളെ ധ്യാനിപ്പാൻ തക്കവണ്ണം ഈ കൺവെൻഷൻ ആരാധനയുടെ ഒന്നാമത്തെ ദിവസം തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിനാൽ തിരുവചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിച്ച് ജീവിതത്തിൽ വരുത്തേണ്ടുന്ന രൂപാന്തരങ്ങൾ വരുത്തി ദൈവികമായ വിടുതൽ അനുഭവിക്കുവാൻ അവിടുന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൻ്റെ ഉള്ളിലായിരിക്കുന്ന ഓരോ മക്കളും പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ അവിടുന്ന് ദാനമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശബ്ദപരിധിയിലായിരുന്ന ആരെല്ലാം തിരുവചനത്തിന് ചെവിയോർക്കുന്നുവോ അവരുടെ മേലെല്ലാം ദൈവ സ്നേഹത്തെ അയച്ച് ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സത്യം മനസ്സിലാക്കുവാൻ ദൈവകൃപയുടെ അനുഭവങ്ങളെ അനുഭവിപ്പാനിടയാക്കണമേ. സകലത്തെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കും നല്ല പിതാവേ, ആമേൻ. യേശു നന്മ ചെയ്ത് സഞ്ചരിച്ചു. പിന്നെ എന്തുകൊണ്ട് യേശുവിനെ കുരിശിലേറ്റി? സുവിശേഷ ഭാഗങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അക്കാര്യം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ചില ഭാഗങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ഇങ്ങനെ തന്നെയല്ലേ എന്ന് പഠിച്ചു പോകും. വാസ്തവത്തിൽ യേശു നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്തിട്ടും നാം അല്ലേ യേശുവിനെ ക്രൂശിലേറ്റിയത്? യേശു നമ്മെ മാറോടണച്ചിട്ടും നാം അല്ലേ യേശുവിനെ തള്ളിക്കളഞ്ഞത്? യേശു നമ്മളെ മാനിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നാം അല്ലേ യേശുവിനെ നിന്ദിച്ചത് എന്ന് തിരുവചനത്തിലൂടെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. ഒന്നാമതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്ന ചില വാക്കുകളെ ശ്രദ്ധിപ്പീൻ. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, കപടഭക്തിക്കാരായ പരീശന്മാരും ശാസ്ത്രിമാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. യേശു ഭക്തി നടിച്ച് ജീവിച്ച ന്യായപ്രമാണത്തിൽ മികവുള്ളവരായ ജനത്തെ നോക്കി പറയുകയാണ്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. ശാസ്ത്രിമാർ എന്ന് വച്ചാൽ തിരുവെഴുത്തിനെ അക്ഷരം പ്രതി അറിയുന്നവർ എന്നർത്ഥം. അതെ, ന്യായപ്രമാണം സംബന്ധിച്ച് ശാസ്ത്രി പട്ടം കിട്ടിയവർ എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഡോക്ടറേറ്റ് PhD കിട്ടിയവർ, അവരാണ് ശാസ്ത്രിമാർ. തിരുവെഴുത്തിലെ ഏത് ഭാഗവും എങ്ങനെ ചോദിച്ചാലും ഇവർക്ക് മറുപടി പറയുവാൻ കഴിയും. എന്നാൽ പരീശന്മാർ മറ്റൊരു വിഭാഗക്കാരാണ്. അവർ ചിന്തിക്കുന്നത്, ഞങ്ങളാണ് തിരുവെഴുത്ത് അതേപോലെ അനുസരിക്കുന്നവർ. ഒരു ഭാഗത്ത് വേദപുസ്തകം നന്നായി അറിയാമെന്ന് അഭിമാനിക്കുന്നവർ, മറുഭാഗത്ത് വേദപുസ്തക പ്രകാരം നന്നായി ജീവിക്കുന്നവർ. ഈ രണ്ട് വിഭാഗത്തെയും നോക്കിക്കൊണ്ട് യേശു തമ്പുരാൻ പറയുന്നു, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. കപടഭക്തിക്കാരെന്ന് വിളിക്കുവാൻ അതിൻ്റെ അർത്ഥം അവരുടെ ഭക്തിയിൽ ചില കാപഠ്യങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. എന്താണ് അവരുടെ ഭക്തിയിലെ കാപഠ്യങ്ങളെന്ന് 23-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം മുതൽ
27 വാക്യം വരെ വളരെ ഭംഗിയായി വായിച്ചു നോക്കിയാൽ അറിയാം. അതെ, വചനം പ്രസംഗിക്കുന്ന ശാസ്ത്രിമാരും വചനപ്രകാരം ജീവിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന പരീശന്മാരുടെയും ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കപടഭക്തിയുടെ വലിയൊരു പട്ടിക തന്നെ അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 23-ാമത്തെ വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇതിലൊക്കെയും പതാരം കൊടുക്കുന്നു. എന്നാൽ ഇതിനേക്കാൾ ഘനമേറിയത്, ഇതിനേക്കാൾ പ്രധാനപ്പെട്ടത്, ഇതിനേക്കാൾ വിലയേറിയത് നിങ്ങൾ തള്ളിക്കളയുന്നു. അതെന്താണ്? ആ ഭാഗത്ത് വ്യക്തമായി എഴുതിയിരിക്കുന്നു, ന്യായം, കരുണ, വിശ്വസ്തത. അതെ, പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതെ, ശാസ്ത്രിമാരും പരീശന്മാരും ന്യായപ്രമാണത്തെ എടുത്തു വച്ചിട്ട് ജനങ്ങളോട് പറയുന്നു, നിങ്ങൾ ദശാംശം ആലയത്തിൽ കൊണ്ടുവരണം, നിങ്ങൾ ദശാംശം ആലയത്തിൽ കൊണ്ടുവരണം, നിങ്ങൾക്ക് നന്മയുണ്ടാകുവാൻ. അല്ലയോ കപടഭക്തിക്കാരായ പരീശന്മാരെ, നിന്റെ അടുക്കൽ വരുന്ന ദരിദ്രനോട് നീ ദയ കാണിക്കുന്നുണ്ടോ? കപടഭക്തിക്കാരായ പരീശന്മാരെ, നിന്റെ അടുക്കൽ വരുന്ന ദരിദ്രനോട് നീ കരുണ കാണിക്കുന്നുണ്ടോ? കപടഭക്തിക്കാരായ പരീശന്മാരെ, നീയുമായുള്ള വ്യവഹാരത്തിൽ നീ വിശ്വസ്തത പുലർത്തുന്നുണ്ടോ? എളിയവനോട് കരുണയില്ലാതെ, ദയയില്ലാതെ, വിശ്വസ്തതയില്ലാതെ വെറും പതാരത്തിന്റെ കണക്ക് പറഞ്ഞ് കടുക് കീറി എണ്ണം കൊടുക്കുന്ന ഈ ജനത്തോട്, ഈ പരീശന്മാരോട് പറയുകയാണ്, നിങ്ങൾ കപടഭക്തിക്കാരാണ്. അതിന്റെ താഴോട്ട് വായിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ പള്ളിയുടെ താഴോട്ട് വരുന്ന നിങ്ങൾ പാവപ്പെട്ടവന്റെ നിസ്സാരമായ കുറ്റത്തെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നു, പണക്കാരന്റെ വലിയ കുറ്റത്തെ നിങ്ങൾ നിസ്സാരമാക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുന്നു, അതെ, ആനയെ, ഒട്ടകത്തെ നിങ്ങൾ വിഴുങ്ങിക്കളയുന്നു. ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു പാവപ്പെട്ടവൻ കണ്ണുനീരോടെ നിന്റെ അടുക്കൽ വന്നാൽ അവന്റെ വലിയ പ്രശ്നത്തെ നീ നിസ്സാരമായി കാക്കിക്കളയുന്നു. എന്നാൽ വലിയവൻ കൊണ്ടുവരുന്ന നിസ്സാര പ്രശ്നത്തെ നീ ഒരു വലിയ സംഭവമാക്കി മാറ്റുന്നു. അതാണ് കപടഭക്തിക്കാരെ എന്ന് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് ഇവരെ നോക്കി പറയുകയാണ്, നിങ്ങളുടെ പുറം വെടിപ്പായിരിക്കുന്നു, നിങ്ങളുടെ അകം അതെ വെറും മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ പുറമേ വളരെ മാന്യനാണ്, എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾ മറ്റുള്ളവർക്ക് വിരോധമായിരിക്കുന്നു. അങ്ങനെ ഒരു 8-10 കാര്യങ്ങൾ അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭക്തി നടിക്കുന്ന സംസാരവും ഭക്തി നടിക്കുന്ന പ്രവർത്തനങ്ങളുമായി ജീവിക്കുന്ന കപടഭക്തിക്കാരുടെ കാപട്യത്തിന്റെ മുഖം വലിച്ചു കീറിക്കൊണ്ട് 8-10 കാര്യങ്ങൾ യേശു കർത്താവ് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് അവരെ ശക്തമായി വിളിക്കുന്ന ഒരു ഭാഷയുണ്ട്, അല്ലയോ പാമ്പുകളെ, സർപ്പസന്തതികളെ എന്ന് ശക്തമായി യേശു അവരെ വിളിക്കുമ്പോൾ, സമൂഹത്തിൽ സ്വാധീനമുള്ള, സമൂഹത്തിൽ അധികാരമുള്ള, സമൂഹത്തിൽ വിലയും നിലയുമുള്ള ഈ പരീശന്മാരും ശാസ്ത്രിമാരും യേശു കർത്താവിനെ എങ്ങനെ വെറുതെ വിടും? യേശു ഈ പരീശന്മാരെയും ഈ ശാസ്ത്രിമാരെയും നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയുന്നു. അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ, ദൈവം അയച്ച പ്രവാചകന്മാരെയും ദൈവം അയച്ച ജ്ഞാനികളെയും ശാസ്ത്രികളെയും നിങ്ങൾ തന്ത്രപൂർവം കൊല്ലുന്നു. ദൈവത്തിന്റെ വചനവുമായി നിന്റെ അടുക്കൽ ഒരുവൻ വന്നാൽ നിങ്ങൾ അവനെ നശിപ്പിക്കുന്നു. ഇവരെ നോക്കിക്കൊണ്ടാണ് ഇത്രയും അധികാരവും സ്വാധീനവുമുള്ള സഭയിലെ ഭരണപക്ഷത്തെ നോക്കിക്കൊണ്ട് യേശു കർത്താവ് ശക്തമായി പറയുന്നു, അല്ലയോ സർപ്പസന്തതികളെ എന്ന് വിളിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ,
ഈ സഭയുടെ ഭരണവർഗത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവോടുകൂടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് വിളിച്ചു പറഞ്ഞാൽ ഒരു അല്പം പോലും മനസ്സാക്ഷിയില്ലാതെ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി സർപ്പസന്തതികളെ, അണലിയുടെ മക്കളെ എന്ന് വിളിച്ചു പറഞ്ഞാൽ ഇവിടത്തെ ആരെങ്കിലും എന്നെ സഹിക്കുമോ? എത്രയും പെട്ടെന്ന് എന്നെ കെട്ടുകെട്ടിച്ച് വീട്ടിലെ അത്യാവശ്യം ശമ്പളം പോലും കിട്ടാത്ത ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് അങ്ങ് മാറ്റും. അവിടെ കടന്ന് ബാക്കി പഠിച്ചോളും. യേശു കർത്താവ് ഇത് അവിടെ അതാ പറഞ്ഞിരിക്കുന്നത്. ദൈവം അയച്ചിട്ട് വരുന്ന ശാസ്ത്രിമാരെയും, ദൈവം അയച്ചിട്ട് വരുന്ന പ്രവാചകന്മാരെയും, ദൈവം അയച്ചിട്ട് വരുന്ന ജ്ഞാനികളെയും നിങ്ങൾ തന്ത്രപൂർവം നശിപ്പിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ സഭയിലെ മുഴുവൻ അധികാരവർഗവും യേശു കർത്താവിന് വിരോധമായി. രണ്ടാമത്തെ ഭാഗം മത്തായി സുവിശേഷത്തിന്റെ 21-ാം അധ്യായത്തിന്റെ അതിന്റെ 12-ാമത്തെ വാക്യം നമ്മളൊന്ന് വായിച്ചാൽ, മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. യേശു ദൈവാലയത്തിൽ ചെന്നു, ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും പുറത്താക്കി, പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെയും വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു. യേശു ദൈവാലയത്തിൽ ചെന്ന് ചെയ്ത രണ്ടാമത്തെ കാര്യം എന്താണ്? ഇതിൻ്റെ പിന്നാമ്പുറമൊന്നും ഞാൻ വിശദമായി പഠിപ്പിക്കുന്നില്ല. പിന്നാമ്പുറം ഒത്തിരി രഹസ്യങ്ങളുള്ളതാണ്. സഭ അറിഞ്ഞിട്ടില്ലാത്ത ഒത്തിരി രഹസ്യങ്ങൾ ആണ് ഇതിൻ്റെ പിന്നാമ്പുറത്തിൽ നടന്നത്. അതിൻ്റെ ഒരു സാഹചര്യം ഞാൻ നിങ്ങളുടെ അടുക്കൽ പറയാം. നമുക്കറിയാം, യെരൂശലേം ദൈവാലയത്തിന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളുണ്ട്. അതിൽ പ്രാകാരം എന്നു പേരുള്ള ഒരു സ്ഥലമുണ്ട്. ജാതികളായിരിക്കുന്ന ആളുകൾ ദൈവത്തെ ആരാധിക്കുവാൻ വരുമ്പോൾ അവർ ഇരുന്ന് ആരാധിക്കുന്ന സ്ഥലമാണ് പ്രാകാരം. ഈ പ്രാകാരത്തിൽ നിന്നോട് മാത്രമേ ജാതികളായിരിക്കുന്നവർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. പെസഹയുടെ നാളുകൾ കടന്നു വരുമ്പോൾ ഈ പ്രാകാരത്തിലായിരിക്കുന്ന ജാതികളെ അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ കച്ചവട സ്ഥലമാക്കി മാറ്റും. അവിടെ ആടുകളുടെയും പ്രാവുകളുടെയും ശബ്ദവും കോലാഹലവും കൊണ്ട് നിറയ്ക്കും. അവിടെ പൊൻനാണയങ്ങൾ ക്രയവിക്രയം ചെയ്യുന്നതിൻ്റെ ശബ്ദകോലാഹലങ്ങളായിരിക്കും. പാവപ്പെട്ടവരായിരിക്കുന്ന ഈ പാവം ജാതികളിൽപ്പെട്ട ആളുകൾ കടന്നു വന്നിട്ട് ആ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ വണ്ണം അവർ വേദനയോടുകൂടെ ഇരിക്കും. ഈ സാഹചര്യത്തിലാണ് യേശു അവിടെ വരുന്നത്. ജാതികൾ ആലയത്തിൽ വരുന്നത് ദൈവത്തെ ആരാധിക്കുവാനാണ്. ഈ സഭയിൽ ഒരു പാവപ്പെട്ടവന് ആലയത്തിൽ വരുന്നത് ദൈവത്തെ ആരാധിക്കുവാനാണ്. ഈ സഭയിൽ ഒരു ധനവാൻ ആലയത്തിൽ വരുന്നത് ഭരിക്കുവാനാണെങ്കിൽ, അല്ലയോ യെരൂശലേം ദേവാലയത്തിലെ പ്രമാണിമാരെ, യെരൂശലേം ദൈവാലയത്തിലെ പ്രവാചകന്മാരെ, യെരൂശലേം ദൈവാലയത്തിലെ ശാസ്ത്രിമാരെ, പുരോഹിതന്മാരെ, പരീശന്മാരെ, നിങ്ങൾ ആലയത്തിൽ വരുന്നത് പണമുണ്ടാക്കുവാനും, നിങ്ങൾ ആലയത്തിൽ വരുന്നത് ഭരിക്കുവാനും, നിങ്ങൾ ആലയത്തിൽ വരുന്നത് കൈയിട്ട് വാരുവാനുമാണെങ്കിൽ, ജാതികളിൽപ്പെട്ട ഈ പാവപ്പെട്ടവൻ ദൈവാലയത്തിൽ വരുന്നത് ദൈവത്തെ ആരാധിക്കുവാനാണ്. നിങ്ങളുടെ സമ്പ്രദായങ്ങൾ കൊണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവത്തെ ആരാധിക്കണം എന്ന് ഒരൊറ്റ ആഗ്രഹത്തോടെ ആലയത്തിൽ വരുന്ന ഇവരുടെ ആരാധിക്കുവാനുള്ള ആഗ്രഹത്തെ നിങ്ങൾ തടുത്തു കളയുന്നു. ഇതുകൊണ്ടാണ് കർത്താവ് പോയി നേരെ അവിടെ പോയി അവിടത്തെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും എല്ലാം പുറത്താക്കി. എന്നിട്ട് പ്രാവുകളെയും പൊൻവാണിഭക്കാരുടെ മേശകളെയും എല്ലാം അവർ ഉടച്ചു കളഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇതാ സഭയുടെ വരുമാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടെ ഒരു വല്ലാത്തൊരു കോലാഹലമുണ്ടായി. അങ്ങനെ ആ ആലയവുമായിട്ടുള്ള സകല ജനങ്ങളും യേശുവിന് വിരോധമായി. മറക്കരുത്, ദൈവസഭയുടെ ഭക്തി നടിച്ച് ജീവിക്കുന്നവന്റെ കപടഭക്തിയെ വലിച്ചു കീറിയ അപ്പോൾ കപടഭക്തിക്കാരായിരിക്കുന്ന ശാസ്ത്രിമാരും പരീശന്മാരും പ്രസംഗിമാരും പ്രാർത്ഥനക്കാരും യേശുവിനെതിരായി തിരിഞ്ഞു.
2, ആലയത്തിൽ ആരാധിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചു കൊണ്ടുവരുന്ന പാവപ്പെട്ടവന്റെ ആരാധനയെ തടയുമ്പോൾ അതിനെതിരായി യേശു നിന്ന് അവർക്ക് വേണ്ടി വാദിച്ചപ്പോൾ സഭയെക്കുറിച്ച് എരിവ് കൊള്ളുന്ന മതഭ്രാന്തന്മാർ യേശുവിന് എതിരായി തീർന്നു. മൂന്നാമതായിട്ട് നമുക്ക് നോക്കാം, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 28-ാമത്തെ വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 28-ാമത്തെ വാക്യം. അതിൽ എഴുതിയിരിക്കുന്നു, ഒരാൾക്ക് വായിക്കാം. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു. സന്ദർഭം നമുക്കറിയാം. യേശു കർത്താവ് മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ച് പൈശാചികന്റെ അധികാരങ്ങളെയും തന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി ജയാളിയായി വരുന്നത് സ്വന്തം പള്ളിയിലാണ്. സ്വന്തം പള്ളിയിൽ വന്നപ്പോൾ വേദപുസ്തകം വായിക്കുവാനുള്ള ഒരു അവസരം കൊടുത്തു. ഈ വേദപുസ്തകം വായിച്ചപ്പോൾ തനിക്കുണ്ടായ ദൈവത്തിന്റെ ആലോചനയെ യേശു കർത്താവ് പറയുകയാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട്. ദൈവത്തിന്റെ ആത്മാവുണ്ടെന്ന് അഭിമാനിക്കുന്നവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ ദൗത്യം എന്താണ്, അവന്റെ ശുശ്രൂഷ എന്താണ്, വളരെ പച്ചയ്ക്ക് അവിടെ വരച്ചു കാട്ടിയിരിക്കുകയാണ്. എന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്, ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു, എനിക്ക് അന്യഭാഷയുണ്ട്, കൃപകളുണ്ട്, കൃപാവരങ്ങളുണ്ട് എന്ന് വീമ്പിളക്കി അഭിമാനിക്കുന്ന സഹോദര, നിന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണ്, എന്താണ് നീ ലോകത്തിൽ ചെയ്യേണ്ടത്? വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കണം, ബന്ധനങ്ങളിൽ ആയിരിക്കുന്നവരെ വിടുവിക്കണം, കർത്താവിന്റെ വരവിനെ കുറിച്ച് ജനത്തോട് പറയണം, കർത്താവിന്റെ കരുതലിനെ കുറിച്ച് ജനത്തോട് പറയണം. ഇങ്ങനെ ആ പാവപ്പെട്ടവന്റെ, ദരിദ്രന്റെ, ഇല്ലായ്മ അനുഭവിക്കുന്നവന്റെ, രോഗം അനുഭവിക്കുന്നവന്റെ, കഷ്ടപ്പെടുന്നവന്റെ ഉദ്ധാരണത്തിന് വേണ്ടി നിന്നിൽ നൽകിയിരിക്കുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാവ്. ഇത് യേശു പറഞ്ഞു. ഇത് യേശു പറഞ്ഞിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ യേശുവും താൻ പറഞ്ഞ ഭാഗത്ത് നിന്നാണ് യേശു അല്പം സംസാരിക്കുവാനുള്ള അനുവാദം നേടി. ഇത് പറഞ്ഞപ്പോൾ കർത്താവ് വെറുതെ ഒരു തത്വം പ്രസംഗിക്കുന്നവനായിട്ടല്ല യേശു അവിടെ പ്രസംഗിച്ചത്. യേശു ഈ വേദപുസ്തകം എടുത്തു വച്ച് താൻ വായിച്ചതിന് ശേഷം പറയുകയാണ്, ഇത് ഞാനാണ്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഈ വചനം ഞാനാണ്. യേശു ഇത് പറഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ അല്പം 2 തരത്തിലുള്ള സംശയമുണ്ടായി. നമ്മുടെ ഇടയിലും ഇത്തരത്തിൽ പറയുവാൻ കഴിയുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഞാൻ ഉൾപ്പെടെ ഒത്തിരി പേര് പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ ഒത്തിരി പേര് സുവിശേഷം അറിയിക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ എത്ര പേർക്കിത് പറയുവാൻ കഴിയും? ഈ പറഞ്ഞിരിക്കുന്നത് ഞാനാണ് എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? യേശു ധൈര്യത്തോടെ പറഞ്ഞു, ഈ പറഞ്ഞിരിക്കുന്നത് ഞാനാണ്. അവിടെ ചില ആളുകൾ പറഞ്ഞു, നല്ല വാക്ക്, ലാവണ്യ വാക്ക് എന്ന് വെച്ചാൽ സുഖിപ്പിക്കുന്ന അഭിപ്രായം. ഞാൻ പ്രസംഗിച്ചു കഴിയുമ്പോൾ നിങ്ങളിൽ ചില ആളുകൾ എൻ്റെ അടുക്കൽ വന്ന് പറയും, ബ്രദറെ സൂപ്പർ പ്രസംഗമായിരുന്നു, ലാവണ്യ വാക്ക് അടിപൊളിയായിരുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും ഇളകുന്നവനല്ല. എന്നാൽ യേശു അവിടെ പ്രകോപിതനായിട്ട് മാറിയാണ് കാരണമുണ്ട്. ചില ആളുകൾ പറയുന്നു, ഇങ്ങനെ പറഞ്ഞത്, ഇവൻ ആ യോസഫിന്റെ മകനല്ലയോ? എന്താണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം? യേശു പറഞ്ഞത് ദൈവത്തിന്റെ ആത്മാവിനാൽ വചനത്തിന്റെ നിവർത്തിയെ യേശു പറഞ്ഞപ്പോൾ യേശു പറഞ്ഞതില്ലേ ദൈവിക സന്ദേശത്തെ അപഹസിച്ചുകൊണ്ട് ചില ആളുകൾ പറഞ്ഞു, ഇവൻ യോസഫിന്റെ മകനല്ലയോ? അതെ, പാപത്തെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, ദൈവത്തിന് നിന്റെ മേൽ വരുത്തുവാനിരിക്കുന്ന അതേ ചില പ്രവർത്തനങ്ങളെ കുറിച്ച്,
ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരു വ്യക്തി അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുമ്പോൾ നിങ്ങളിൽ ചിലർ പറയും, ഇവൻ ഇന്നാരുടെ മോനല്ലേ. ആണ്, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ ഈ പറഞ്ഞത് യോസഫിന്റെ മോൻ അല്ല എന്നുള്ള സത്യം അവർക്ക് മനസ്സിലായില്ല. ഈ പറഞ്ഞതിന്റെ പിന്നിൽ യോസഫിന്റെ മകനല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചനയാണെന്നുള്ള സത്യം അവർക്ക് മനസ്സിലായില്ല. അതാണ് ഇവിടെ തിരിച്ചറിയേണ്ടുന്നത്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ആ നിൽക്കുന്ന മനുഷ്യൻ ഒരുപക്ഷെ കൊലപാതകയായിരുന്നവനായിരിക്കാം. അവൻ ഒരുപക്ഷെ ഒരു നാളിൽ അവൻ ചാരായ ബിസിനസ് ചെയ്തിരുന്നവനായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ അറയ്ക്കുന്ന വെറുക്കുന്ന പാപത്തിന്റെ പട്ടികയിൽ ഉന്നതമായ സ്ഥാനത്തിൽ നിന്ന് കുപ്രസിദ്ധി ആർജിച്ചവനായിരിക്കാം. എന്നാൽ അവന്റെ ജീവിതത്തിൽ കടന്നുപോയ മരുഭൂമിയുടെ അനുഭവങ്ങളിലൂടെ, അവന്റെ ജീവിതത്തിൽ കടന്നുപോയ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനത്തിലൂടെ അവന്റെ മേൽ ദൈവമാക്കിയിരിക്കുന്ന വലിയൊരു നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ വചനം നിങ്ങളോടും എന്നോടും പറയുമ്പോൾ ഇവൻ യോസഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞാൽ അവിടെയാണ് യേശു കർത്താവിന് പ്രതികരിക്കുവാനുള്ളത്. യേശു ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അവിടെ ചില ആളുകളെ സാദൃശ്യമാക്കി എടുത്തുകൊണ്ട് യേശു വളരെ വ്യക്തമായിട്ട് സാരഭത്തിലെ വിധവയുടെ കാര്യവും എലീശ പ്രവാചകന്റെ കാലത്ത് കുഷ്ഠരോഗിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് പറയുന്നതിന്റെ പിന്നിൽ ഒരു സത്യമുണ്ട്. സാരഭത്തിൽ അനേക വിധവമാരുണ്ടായിരുന്നു. എന്നാൽ ഏലിയാവിന് ഒരു പ്രവാചകനാണെന്ന് സ്വീകരിച്ച സാരഭത്തിലെ വിധവയ്ക്ക് ആ മരുഭൂമിയിലെ ആ ഇല്ലായ്മയുടെ ദാരിദ്ര്യത്തിന്റെ മരണത്തിൽ നിന്നും ജീവൻ പ്രാപിക്കുവാൻ കഴിഞ്ഞു. ധാരാളം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ പ്രവാചകനെ അവനിലുള്ള ആത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് അനുസരിച്ചതായ നയമാന് തന്റെ കുഷ്ഠം മാറുവാനിടയായി തീർന്നു. അല്ലയോ സഭയെ, യേശു പറയുകയാണ്, അതെ, നിന്റെ ജീവിതത്തിൽ ഈ പറയുന്നത് ആരുടെ ശബ്ദമൊന്ന് തിരിച്ചറിയുന്നില്ല എങ്കിൽ യേശു കർത്താവിൻ്റെ എതിരായുള്ള ചില ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് ആ സഭയിലുള്ള മുഴുവൻ ആളുകളും യേശുവിന് എതിരെ എഴുന്നേറ്റു. ഈ സഭ ആരുടെയാണ്? യേശുവിൻ്റെ സ്വന്തം സഭയാണ്. ഈ സഭയിലുള്ള യേശുവിൻ്റെ സഹോദരങ്ങളാണ് മാതാപിതാക്കൾ. പിതാസമയത്തില്ല, യേശുവിൻ്റെ മാതാവും സഹോദരങ്ങളും ബന്ധുക്കളും കൂട്ടുകാരുമാണ് ആ സഭയിലുള്ളത്. യേശുവിൻ്റെ സ്വന്തം ആളുകൾ, യേശുവിൻ്റെ സ്വന്തക്കാർ, യേശുവിൻ്റെ സുഹൃത്തുക്കൾ, യേശുവിൻ്റെ സഹോദരങ്ങൾ യേശുവിനെ കൂട്ടിക്കൊണ്ട് ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി. കാരണം എന്താ? 2-3 കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അതിലൊരു വളരെ പ്രധാനമായും ചരിത്രപരമായ ഒരു വസ്തുതയുണ്ട്. ആ കാലഘട്ടത്തിൽ ആ രാജ്യം ഭരിച്ചിരുന്നത് റോമൻ പട്ടാളമായി, റോമൻ ഭരണമായിരുന്നു. റോമ ഗവൺമെന്റ് ഒരു പ്രത്യേക നിയമം അന്ന് നടപ്പിലാക്കിയിരുന്നു. അതിന് പാക്സ് റൊമാന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. റോമൻ സാമ്രാജ്യത്തിൽ സമാധാനം നിലനിർത്തുവാൻ ഏത് മാർഗവും സ്വീകരിക്കുവാൻ അവർ തയ്യാറാണ്. എത്ര പ്രശ്നങ്ങളിലൂടെ ആയാലും റോമൻ ഭരണത്തിന് കീഴിലുള്ള ഒരു സ്ഥലത്ത് പോലും ഒരു കലഹം പൊട്ടിപ്പുറപ്പെടുവാൻ, ഒരു പ്രശ്നമുണ്ടാകുവാൻ തയ്യാറാകത്തില്ല. അങ്ങനെ പാക്സ് റൊമാന എന്ന് പറയുന്ന, റോമൻ പീസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് യേശു കർത്താവിൻ്റെ ഈ വിപ്ലവാത്മകമായ ശബ്ദം ഈ നസ്രയത്തിൽ മുഴങ്ങുന്നത്. അവർക്ക് മനസ്സിലായി, യേശുവിൻ്റെ ശബ്ദം അറിഞ്ഞാൽ ഒരുപക്ഷെ ഇത് റോമൻ പട്ടാളക്കാർ മനസ്സിലാക്കും. ഇതാ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റിരിക്കുന്നു. വിപ്ലവാത്മകമായി ജനത്തെ ചിന്തിപ്പിക്കുന്ന, ജനത്തെ വ്യത്യസ്തമായ രീതിയിൽ സംഘടിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ എഴുന്നേറ്റിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഈ റോമൻ പട്ടാളം വന്ന് യേശു കർത്താവിനെ മാത്രമല്ല, യേശു കർത്താവിൻ്റെ കുടുംബത്തിലെ സകലരെയും
നിർമൂലമാക്കും. അതുകൊണ്ട് ഇവരെല്ലാം യേശുവിനെതിരായി മാറി. നിന്റെ ജീവിതം കൊണ്ട് ഒരു ദുരിതമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ആ സഭ മുഴുവനും, ആ കുടുംബം മുഴുവനും അതിന് എതിരായി മാറുന്നു. മൂന്നാമതായിട്ട് വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. ചില ആളുകൾ യേശു കർത്താവിൻ്റെ കാലത്ത് യേശുവിൻ്റെ അടുക്കൽ വന്നത്, യേശുവിൻ്റെ ശിഷ്യന്മാരായി മാറിയത്, യേശു പ്രസംഗിച്ച സ്ഥലത്ത് പ്രസംഗം കേൾക്കുവാൻ വന്നത്, യേശു ഒരു ദൈവപുത്രനാണെന്ന തിരിച്ചറിവോടുകൂടെയല്ല, പ്രവാചകനാണെന്ന തിരിച്ചറിവോടുകൂടെയല്ല, ചില രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ്. അതെ, ആ ഇസ്രായേൽ ജനം, യെരുശലേം മുഴുവനും അത് റോമൻ ഭരണത്തിന്റെ അധീനതയിലായിരുന്നു. റോമൻ സൈന്യത്തിന്റെ പിടിയിൽ നിന്നും ഇസ്രായേൽ ജനത്തിന് ഒരു വിമോചനം വേണം എന്ന് ആഗ്രഹിച്ചു. എന്നാൽ എല്ലാ തരത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങളും അത് പരാജയപ്പെട്ടു. അവിടെ എരിവുകാരെന്ന പേരുള്ള ചില തീവ്രവാദ സംഘടനകളുണ്ട്. യേശുവിൻ്റെ ശിഷ്യനായിരുന്ന എരിവുകാരനായ ശിമോൻ ഈ ഇസ്രായേലിന്റെ വിടുതലിന് വേണ്ടി അതേ തീവ്രമാർഗത്തിലൂടെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതേപോലെ പല വിഭാഗത്തിലുമുള്ളവരുണ്ട്. ഇവർക്കെല്ലാം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, യേശു കർത്താവിലൂടെ ഇസ്രായേലിൽ ഈ യെരുശലേം ഈ റോമൻ ഭരണത്തിൽ നിന്നും വിടുവിക്കപ്പെടണം. ഇതിനു വേണ്ടിയാണ് അവർ യേശുവിൻ്റെ പുറകെ പോയത്, പ്രസംഗം കേട്ടത്, യേശുവിനോട് കൂടെ ആയിരുന്നത്. ഈ ഹോസന്ന പെരുന്നാൾ ദിവസം ഒറ്റ നിമിഷത്തിൽ ഈ ജനമെല്ലാം യേശുവിന് എതിരായി തീരുവാൻ ചരിത്രപരമായ ചില ചിന്തകളുണ്ട്. യേശു ബെഥാനിയിൽ നിന്നും യാത്ര പുറപ്പെട്ട് ഏകദേശം 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ യെരുശലേമിലെത്തും. ഏകദേശം 1.5 കിലോമീറ്റർ എത്തിയപ്പോൾ യേശു അവിടെ നിന്നു. അവിടെ നിന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആ കഴുതയെയും അതിൻ്റെ കുട്ടിയെയും കൊണ്ടുവരിക. ഈ കഴുതയെയും അതിൻ്റെ കുട്ടിയെയും കൊണ്ടുവന്നു. അവർ ആ കഴുതയുടെ മേൽ വസ്ത്രം വിരിച്ചു. അവർ ഈ കഴുതയുടെ നടക്കുന്ന ഭാഗത്ത് അവർ വീണ്ടും വസ്ത്രം വിരിച്ചു. ഇത് മറ്റൊരു പ്രതീകമാണ്. ഒരു വാഹന മൃഗത്തിന്റെ മുൻപിൽ വസ്ത്രം വിരിച്ചാൽ അതിൻ്റെ അർത്ഥം ഈ മനുഷ്യനെ രാജാവായി ഞങ്ങൾ അഭിഷേകം ചെയ്തിരിക്കുന്നു. പഴയ നിയമത്തിലെ ഒരു സംഭവത്തിന്റെ ഒരു ആവർത്തനമാണത്. ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ ഈ കഴുതയുടെ മേൽ വസ്ത്രം വിരിച്ചു. വഴിയിൽ വസ്ത്രം വിരിച്ചപ്പോൾ കൂടി വന്ന ജനം വിചാരിച്ചു യേശുവിത രാജാവായി. യേശു അടുത്ത് എന്ത് ചെയ്യും? നേരെ യെരുശലേം ദൈവാലയത്തിലേക്ക് പോകും. അവിടെ നിന്ന് നേരെ അവിടുത്തെ രാജകൊട്ടാരത്തിലേക്ക് പോകും. പീലാത്തോസ് അവിടെ അന്റോണിയോ കോട്ടയിൽ വരും. യേശു നേരെ പീലാത്തോസിനെ കൊല്ലും. കൊന്നിട്ട് യെരുശലേമിനെ വീണ്ടെടുക്കും. ഞങ്ങളുടെ രാജ്യം പിടിച്ചെടുക്കപ്പെടും എന്ന് അവർ ആഗ്രഹിച്ചു. ഇങ്ങനെ ചിന്തിക്കുവാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഏകദേശം 167 വർഷങ്ങൾക്ക് മുൻപ് അവിടെ മറ്റൊരു സംഭവം ഉണ്ടായി. അന്റിയോക്കസ് എന്ന് പറയുന്ന ഒരു സിറിയൻ രാജാവ് ഇതേപോലെ യെരുശലേമിനെ തകർത്തു. യെരുശലേമിലെ ആരാധനകൾ നിർത്തലാക്കി. ദേവദാസിമാരെ ആലയത്തിന്റെ ഉള്ളിൽ പാർപ്പിച്ചു. അവിടെ പന്നിച്ചോര അർപ്പിച്ചു. ഇങ്ങനെ എങ്ങനെയെല്ലാം യെരുശലേം ദൈവാലയത്തെ നശിപ്പിക്കുവാൻ പറ്റുമോ അങ്ങനെയെല്ലാം നശിച്ച് യഹൂദ സംസ്കാരത്തെ പൂർണ്ണമായും നശിപ്പിച്ചു. അതേ സമയത്ത് മറ്റൊരു വ്യക്തി കടന്നു വന്നു. സൈമൺ മക്കാബിയസ് എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ ശക്തനായി BC 150 കടന്നു വന്നു. അവൻ വന്ന് അന്റിയോക്കസിനെ അടിച്ചു പുറത്താക്കി.
ആരാധന പുനഃസ്ഥാപിച്ചു, ആലയം വിശുദ്ധീകരിച്ചു, ദൈവത്തിന്റെ ആരാധന അവിടെ വീണ്ടും സ്ഥാപിച്ചു. ഈ ഓർമ്മ ജനത്തിന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. 150 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ചരിത്ര സംഭവമാണ്. ഇതാ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുവല്ലോ. ഒന്ന്, അവർ വസ്ത്രം വിരിച്ചപ്പോൾ യേശു രാജാവുന്നതിന്റെ അടയാളമായി. അവർ അതേ വൃക്ഷത്തിന്റെ ചില്ലകൾ വെട്ടിയിട്ടപ്പോൾ അന്ന് സൈമൺ മക്കാബിയസ് ജനത്തിനു വേണ്ടി ചെയ്തതുപോലെ യേശു ഇതാ ഈ യെരൂശലേമിലേക്ക് കടന്ന് ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുമെന്ന് ചിന്തിച്ചു. ഇങ്ങനെ യേശു കഴുതപ്പുറത്ത് നടന്നു പോകുമ്പോൾ നേരെ യെരൂശലേം എന്ന അതിൻ്റെ കോട്ടയ്ക്കകത്ത് ഈസ്റ്റേൺ ഗേറ്റിലേക്ക് കടന്നു. ഈസ്റ്റേൺ ഗേറ്റിൽ കടന്നാൽ 2 വഴികളുണ്ട്. വലത്തോട്ട് പോകുന്ന വഴി, അവിടെ പീലാത്തോസിന്റെ അന്റോണിയസ് കോട്ട. യേശു യാത്ര ചെയ്ത് ഇതിനകത്ത് കടക്കുന്നതിനും ചില മണിക്കൂറുകൾക്ക് മുൻപാണ് പീലാത്തോസ് പട്ടാള സമേതം ഈ കോട്ടയ്ക്കുള്ളിൽ കടന്ന് അതേ സ്ഥാനം പിടിച്ചത്. ഇടത്തേക്ക് പോകുന്ന വഴി യെരൂശലേം ദേവാലയത്തിലേക്ക്. ജനം വളരെ പ്രതീക്ഷിച്ചിരുന്നു. യേശു ഇതാ ഈ യെരൂശലേമിന്റെ അകത്തേക്ക് പോയി, ഈസ്റ്റേൺ ഗേറ്റിന്റെ അകത്ത് കയറി. യേശു ഇപ്പോൾ വലത്തോട്ട് പോകും, നേരെ പീലാത്തോസ് കഴിയുന്ന അന്റോണിയസ് കോട്ടയിൽ കയറും, പീലാത്തോസിനെ കൊല്ലും, രാജ്യത്തെ സ്വതന്ത്രമാക്കും എന്നെല്ലാം ജനം പ്രതീക്ഷിച്ചിരുന്നു. സംഭവിച്ചതെന്താ? ഈസ്റ്റേൺ ഗേറ്റിനകത്തേക്ക് കടന്ന കർത്താവ് നേരെ പോയത് അതേ യെരൂശലേം ദേവാലയത്തിലേക്ക്, അതേ ഇടത്തോട്ടാ പോയത്. അവിടെ പോയത് മാത്രമല്ല, അവിടെ പോയി ആ ആലയത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ജനമെല്ലാം മാറി. ജനം പ്രതീക്ഷിച്ചെന്താണ്? ഒത്തിരി ആളുകൾ യേശുവിൻ്റെ പുറകെ വന്നത് എന്തിനു വേണ്ടിയാണ്? യേശു കർത്താവ് ഏതേ രാജ്യം പിടിച്ചെടുക്കും, മെസ്സിഹയായി കടന്നു വന്ന് റോമൻ സൈന്യത്തിൽ നിന്നും രാജ്യം പിടിച്ചെടുക്കും, ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് സ്വതന്ത്രമായി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചൊരു വലിയ ജനം അവരെല്ലാം യേശുവിന് എതിരായി മാറി. അതെ, അവരെല്ലാം യേശു. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നവരെ അവർ ഞായറാഴ്ച ദിവസം ഹോസന്ന ഞായറാഴ്ച ഹോസന്ന ഹോസന്ന എന്ന് നിലവിളിച്ച ജനം 2 ദിവസങ്ങൾ കൊണ്ട് മാറി. വെള്ളിയാഴ്ച അതേ ജനം നിലവിളിക്കുകയാണ്, അവനെ ക്രൂശിക്ക. കാരണം അവർ ചിന്തിച്ചത് യേശു വന്ന് ഞങ്ങളെ വിടുവിക്കും. പക്ഷേ യേശു ഇതാ യെരൂശലേം ദേവാലയത്തിലൂടെ തൻ്റെ കുരിശിലേക്ക് പോകുവാൻ യാത്രയാകുമ്പോൾ ജനത്തിന് മനസ്സിലായില്ല യേശുവിൻ്റെ ദൗത്യം എന്താണെന്ന്. അത് നന്മ ചെയ്തുകൊണ്ട് ജീവിച്ച കർത്താവ് എന്തുകൊണ്ടാണ് ഇപ്രകാരം ക്രൂശിക്കപ്പെട്ടത്? യേശു താൻ പ്രവർത്തിക്കുന്നതിനിടയിൽ കപടഭക്തിക്കാരുടെ കാപഠ്യമുഖങ്ങളെ വലിച്ചു കീറി അവരോട് ശക്തമായി മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾ കപടഭക്തിക്കാരാണ്. പാപപ്പെട്ട വിശ്വാസികളെ ആരാധിക്കുവാൻ വേണ്ടി മാത്രം ആലയത്തിൽ വരുന്ന പാവപ്പെട്ടവനെ നിങ്ങൾ അവരോട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? അനീതിയല്ലേ? വലിയവൻ്റെയും എളിയവൻ്റെ കൊച്ചു കുറ്റങ്ങളെ, ചെറിയ കുറ്റങ്ങളെ നിങ്ങൾ വീർപ്പിക്കുകയും വലിയവൻ്റെ വലിയ കുറ്റങ്ങളെ നിങ്ങൾ അടക്കി വയ്ക്കുകയും ചെയ്യുന്നില്ലേ? നിങ്ങൾ പുറമേ ഭക്തിയും അകമേ അഭക്തിയുമല്ലേ? ഇങ്ങനെ പരീശന്മാരുടെയും പ്രസംഗികളുടെയും പ്രാർത്ഥിക്കുന്നവരുടെയും കപടമുഖങ്ങളെ വലിച്ചു കീറി യേശു കർത്താവ് സംസാരിച്ചപ്പോൾ കപടഭക്തി അഭിനയിച്ച് നടക്കുന്നവരെല്ലാം യേശുവിന് എതിരായി. 2, മതഭക്തിയിൽ ജീവിക്കുന്നവനെല്ലാം യേശുവിനെതിരായി. കാരണം അതെ, യേശു ആലയത്തിൽ പോയി അവിടുത്തെ ആ പൊൻവെള്ളി പാത്രങ്ങളെല്ലാം തകർത്തു, ജീവജാലങ്ങളെല്ലാം മാറ്റി. അതുകൊണ്ട് മതഭക്തിയിൽ നടക്കുന്നവനെല്ലാം യേശുവിന് എതിരായി. 3, യേശു തൻ്റെ സ്വന്തം ജീവിതത്തിലൂടെ താൻ ആരാണെന്ന് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ യേശുവിലൂടെയുള്ള ദൈവശബ്ദം കേൾക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശുവിലൂടെയുള്ള ദൈവശബ്ദം കഠിനമായതുകൊണ്ട് അവർ യേശുവിന് എതിരായി. 4, യേശു ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരൻ അവർ ചിന്തിച്ചു.
തങ്ങളുടെ രോഗത്തിൽ നിന്ന് മാറ്റുന്നവനാണ് അവർ ചിന്തിച്ചു. തങ്ങളുടെ കടഭാരത്തിൽ നിന്ന് മാറ്റുന്നവരാണ് അവർ ചിന്തിച്ചു. ഞങ്ങൾക്ക് ഇനിയും ഭരണം പിടിച്ചു നൽകുന്നവനാണെന്ന് അവൻ ചിന്തിച്ചു. എന്നാൽ അത് നടക്കാതെ വന്നപ്പോൾ ജനമെല്ലാം യേശുവിനെതിരായി അവർ വിളിക്കുകയാണ്, ഇവനെ ക്രൂശിക്കാം, ഇവനെ ക്രൂശിക്കാം, ഇവനെ കൊന്നുകളക, ഇവനെ കൊന്നുകളക. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കേൾക്കപ്പെട്ട വചനത്തിലൂടെ യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിനെ എൻ്റെ ഭക്തിയുടെ പ്രകടനങ്ങളോ എൻ്റെ മതപരമായ ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രകടനങ്ങളോ തിരുവചനത്തിലൂടെ ഞാൻ കേൾക്കുന്ന പഠിക്കുന്ന സത്യങ്ങളിലെ ആത്മീയതയോടുള്ളതായ വെറുപ്പോ യേശുവിനെ കുറിച്ചുള്ള പ്രതീക്ഷയ്ക്ക് വിപരീതമായി ജീവിതത്തിൽ കാര്യാദികൾ സംഭവിക്കുമ്പോഴുണ്ടാകുന്ന വ്യാകുലതകളോ യേശു കർത്താവിനെതിരായ ഒരു മനോഭാവത്തിന് കാരണമായിരിക്കുന്നുണ്ട് എങ്കിൽ എത്രയോ നന്മകൾ നിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ ദൈവം ചെയ്തില്ലേ? എത്രയോ രോഗങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി തന്നില്ലേ? കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിൽ നിന്നും കർത്താവ് കരം പിടിച്ചില്ലേ? തകർന്നു പോകുമെന്ന് നീതിയും ഞാനും ചിന്തിച്ച അവസരങ്ങളിൽ തകരാതെ താങ്ങിയില്ലേ? നന്മ ചെയ്ത് നാടെങ്ങും സഞ്ചരിച്ച കർത്താവിനെ ജീവിതത്തിൽ യേശുവിനെ അറിഞ്ഞ നാള് മുതൽ ഇതുവരെയും എത്രയോ നന്മകൾ ചെയ്തു. ഞാൻ നിമിത്തം യേശു കാൽവരി കുരിശിലേക്ക് നയിക്കപ്പെടണമോ? ഞാൻ നിമിത്തം യേശുവിൻ്റെ ജീവിതത്തെ പരിഹസിക്കപ്പെടണമോ? ഞാൻ നിമിത്തം യേശു ചാട്ടവാറിനാൽ അടിക്കപ്പെടണമോ? ഞാൻ നിമിത്തം യേശുവിൻ്റെ തലയിൽ മുൾമുടി ഏൽക്കപ്പെടണമോ? ഒരു നിമിഷം ശാന്തതയോടുകൂടെ ആയിരുന്നു കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയെ തള്ളിക്കളയുന്നവരായിട്ടല്ല, അങ്ങയെ ഉപേക്ഷിക്കുന്നവരായിട്ടല്ല, ഈ കുരിശ് മരണത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നതായ വീണ്ടെടുപ്പ്, ഈ കുരിശ് മരണത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ രക്ഷയുടെ അനുഭവം, ഈ കുരിശ് മരണത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട നിത്യജീവന്റെ അനുഭവം ഞങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ക്രൂശിക്കപ്പെട്ട കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് ഈ നാളുകളിൽ ഒരു പുതിയ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കണ്ടാലും കാൽവരിയിൽ കുരിശിൽ ശിരസരം ചാഞ്ഞുപരൻ കണ്ടിടുക പ്രിയനേ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാണികളിൽ കണ്ടിടുക പ്രിയനേ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാണികളിൽ ശിരസിൽ മുൾമുടിയണിഞ്ഞവനായി ഹൃദയം നിന്നയാൽ തകർന്നവനായി ശിരസിൽ മുൾമുടി അണിഞ്ഞവനായി ഹൃദയം നിന്നയാൽ തകർന്നവനായി വേദനയാലേറ്റം വലഞ്ഞവനായി തൻ ജീവനെ വെടിയുന്നു
സ്വയം നിനക്കായി വേദനയാൽ ഏറ്റം തകർന്നവനായി തൻ ജീവനെ വെടിയുന്നു സ്വയം നിനക്കായി. സർവശക്തനായ ദൈവമേ, നന്മകൾ ചെയ്ത് സഞ്ചരിച്ചുവെങ്കിലും തള്ളിക്കളഞ്ഞവനായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് തന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുകയാണ് കർത്താവേ. അവിടുത്തെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ ഈ ശബ്ദത്തിന്റെ പരിധിയിലായിരുന്നു കൊണ്ട് വചനം കേട്ട ആരുടെയെങ്കിലും ജീവിതത്തിൽ കർത്താവേ മാറാത്ത രോഗങ്ങളും വേദനകളും ഭാരങ്ങളും അനുഭവിക്കുന്നു എങ്കിൽ അവിടുത്തെ വചനപ്രകാരം അവരുടെ മേലൊരു വിടുതൽ ലഭിക്കുവാൻ, കാൽവരി കുരിശിലെ രക്തത്താലുള്ള വിടുതൽ എളിയ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള കൃപ നൽകണമേ. വലിയൊരു കൈമാറ്റത്തിന്റെ അനുഭവത്തിലൂടെ ഈ വചനം കേട്ട ഓരോ മക്കളുടെയും ജീവിതത്തിൽ വലിയൊരു വ്യത്യാസവും വിടുതലും ലഭിക്കുവാൻ, ആത്മാവിന്റെ ചൈതന്യവും ഉദ്ധാരണവും ലഭിക്കുവാൻ കൃപ നൽകണമേ. ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ മറച്ച് തിരുസാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കും സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.